നമസ്കാരം, എൻ്റെ പേര് ഐശ്വര്യ. എൻ്റെ ഈ ഐശ്വര്യൊക്കെ കണ്ടിട്ട് വീട്ടുകാർക്ക് എനിക്ക് അങ്ങനെ പേരിടണം തോന്നും എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ നിങ്ങൾക്ക് തെറ്റി. എൻ്റെ മമ്മി പണ്ട് നേപ്പാളിൽ മഹാറാണി ആയിരുന്ന ഐശ്വര്യ മഹാറാണിയെ കുറിച്ച് എവിടെയോ ഒരുപാട് വായിച്ച് അവരെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അവരെ പോലെ തന്നെ എൻ്റെ മകൾക്കും രാജകീയമായ ഒരു ജീവിതം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ പേരും അങ്ങ് ഇട്ടു. എന്നിട്ടെന്താ, കുറെ വർഷങ്ങൾക്ക് ശേഷം 2001 ഈ പറഞ്ഞ ഐശ്വര്യ മഹാറാണിയെയും അവരുടെ മുഴുവൻ കുടുംബത്തെയും ഒന്നടങ്കം അവരുടെ പുത്രൻ തന്നെ വെടിവെച്ച് കൊന്നു എന്നുള്ള ന്യൂസ് ന്യൂസിൽ വന്നപ്പോൾ ഞാനും എൻ്റെ മമ്മിയും പരസ്പരം കുറച്ച് നേരം നോക്കിയിരുന്നു പോയി. പിന്നെ ഷേക്സ്പിയറും പറഞ്ഞിട്ടുണ്ടല്ലോ, പേരിൽ എന്തിരിക്കുന്നു എന്ന്. അത് എൻ്റെ പേരിൻ്റെ കഥ. ഇനി എൻ്റെ സ്ഥലം. ഞാൻ പഠിച്ചതും വളർന്നതുമൊക്കെ തിരുവനന്തപുരത്താണ്. കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് സിംഗപ്പൂരിലാണ്. ഞാൻ അങ്ങനെ വിദേശത്ത് പോകാനുള്ള പൂതി മൂത്തൊന്നും അങ്ങോട്ട് പോയതല്ല. എൻ്റെ ആഗ്രഹം ശരിക്കും ബാംഗ്ലൂരായിരുന്നു. എൻ്റെ കുഞ്ഞമ്മ ഉണ്ടല്ലോ, അവിടെ ആയിരുന്നു താമസം. കുഞ്ഞമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഭയങ്കര എയർ കണ്ടീഷൻ സിറ്റിയാണ്, അതാണ് ഇതാണെന്നൊക്കെ. അയ്യോ, എനിക്കങ്ങ് ഭയങ്കര കൊതിയായിരുന്നു. എനിക്ക് എൻ്റെ ആദ്യത്തെ ജോലി കിട്ടിയതും ബാംഗ്ലൂരായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയി. എയർ കണ്ടീഷൻ സിറ്റി എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എയറൊക്കെ നല്ല കണ്ടീഷനിലായിരുന്നു. എൻ്റെ ജോലിയുടെ ആദ്യത്തെ ദിവസം ഞാൻ തലയിലൊക്കെ നല്ലപോലെ എണ്ണ തേച്ച് നല്ലൊരു മലയാളി പെൺകുട്ടിയായിട്ട് ജോലിക്ക് പോയി. തിരിച്ച് റൂമിലെത്തിയപ്പോൾ ആ ബാംഗ്ലൂർ മുഴുവൻ എൻ്റെ തലയിലുണ്ടായിരുന്നു. തലയൊന്ന് ചൊറിഞ്ഞ് നോക്കിയപ്പോൾ അയ്യോ, കറുത്ത് കരിക്കട്ട എന്തോന്നോ. അന്ന് ഞാൻ തീരുമാനിച്ചു, മലയാളത്തം കാണിക്കാനായിട്ട് അധികം തലയിൽ എണ്ണയൊന്നും തേക്കേണ്ട കാര്യമില്ലെന്ന്. പിന്നെ കുറെ നാള് ഞാൻ അവിടെ താമസിച്ചു. എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു ബാംഗ്ലൂർ. എനിക്ക് ഫ്രണ്ട്സായി. ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കായിരുന്നു. അപ്പൊ തുടങ്ങി അടുത്ത പരിപാടി. എന്ത്? പെണ്ണ് കാണൽ. പഠിത്തം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പെണ്ണ്, ജോലിയും കിട്ടി. പിന്നെ നാട്ടുകാർക്ക് ഇരിക്കപ്പുറതി ഉണ്ടോ? ബാംഗ്ലൂർ പരിചയമുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും. ഇന്ദിരാനഗർ എന്നൊരു സ്ഥലമുണ്ട്, അറിയോ? അവിടെ ഒരു പാർക്കുണ്ട്, 100 ഫീറ്റ് റോഡിന്റെ അടുത്ത്. അവിടെ നിറയെ ബെഞ്ചസും ഉണ്ട്. അതിലൊരു ബെഞ്ച്, ആ ബെഞ്ചും ഞാനും ഞങ്ങൾ സ്ഥിരമായിരിക്കും. അവിടെ ചെക്കന്മാര് വന്നും പൊക്കോണ്ടിരിക്കും. ഓരോ ചെക്കൻ പോകുമ്പോഴും ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഒഴിവൊഴിവ് പറയും. അപ്പൊ അടുത്ത ചെക്കൻ വരും. അപ്പൊ ഈ വരുന്ന ചെക്കന്മാരൊക്കെ ഉണ്ടല്ലോ, സംസാരിക്കുന്ന കാര്യം ഏകദേശം ഒരേ കാര്യങ്ങളായിരിക്കും. പക്ഷെ ഒരു ചോദ്യം സ്ഥിരമായിരിക്കും. ഏത്? പാചകം ചെയ്യാനൊക്കെ അറിയാമല്ലോ അല്ലേ? വലിയ കാര്യങ്ങളൊന്നും അല്ല, അവിയൽ, സാമ്പാർ ഇത്യാദി. വീട്ടുകാർക്ക് പേരുദോഷം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് തല കുനിച്ച് ഞാൻ എന്നാട്ടി കൊടുക്കും. സത്യം പറയാലോ സുഹൃത്തുക്കളെ, ആ സമയത്ത് എനിക്ക് ആകെ ഉണ്ടാക്കാൻ അറിയാവുന്ന ചായ ആയിരുന്നു. അതും എൻ്റെ പപ്പൂസിന്, വീട്ടിലത്തെ നായ്ക്കുട്ടിയാ. അപ്പോഴാ സാമ്പാറും അവിയലും. എന്തായാലും എനിക്കിതങ്ങോട്ട് മടുത്തു തുടങ്ങിയേ. അപ്പോ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറയുന്ന പോലെ ആ സമയത്ത് എനിക്ക് സിംഗപ്പൂരിൽ നിന്ന് ഒരു ജോലിക്ക് ഓഫർ വന്നു. ഞാനത് കണ്ണും പൂട്ടി സ്വീകരിച്ചു. വീട്ടുകാരോട് കള്ളവും പറഞ്ഞു. 2 മാസത്തെ പ്രോജക്റ്റ് ആണെന്ന് പറഞ്ഞ് ഞാൻ പോവാൻ തയ്യാറെടുത്തു. നാട്ടുകാർക്കും ഭയങ്കര ഇംപ്രഷൻ. അവർ പറഞ്ഞു, അയ്യോ പെങ്കൊച്ച് ഒറ്റയ്ക്ക് വിദേശത്ത് പോകുന്നു, അറിയാൻ വയ്യാത്ത സ്ഥലം, ഒരു മനുഷ്യനെ അറിയൂല, അയ്യോ എന്തൊരു ധൈര്യമെന്ന്. ധൈര്യം. ഞാൻ പ്ലെയിനിൽ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാലും പറയും അവർക്ക് ഭയങ്കര ധൈര്യമാണെന്ന്. ഈ പന്തം കണ്ട പെരിച്ചാഴി തോറ്റുപോകും, അതുപോലെ എൻ്റെ ഇരിപ്പ്. ഞാൻ പ്ലെയിനിലങ്ങോട്ട് ഇരുന്നു. പ്ലെയിൻ അങ്ങോട്ട് സ്പീഡ് കൂടിയെന്ന് കണ്ടപ്പോൾ ഞാൻ മുൻപത്തെ സീറ്റിന് ആഞ്ഞൊരു ബ്രേക്ക് ചവിട്ടുന്ന ഒരു ഫീലായിരുന്നു. അതുപോലെ പ്ലെയിൻ വലത്തോട്ട് ഇങ്ങനെ ചെരിയുമല്ലോ, അപ്പം ഞാൻ ഇടത്തോട്ട് ഇച്ചിരി വെയിറ്റ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ നോക്കും. പിന്നെ ടെർബുലൻസ്, എയർ പോക്കറ്റ് ഇത്യാദി. അയ്യോ, അതിൻ്റെ ഒക്കെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണ്. ലാൻഡ് ചെയ്തപ്പോഴേക്കും ഞാൻ വേർത്തൊലിച്ചു. അയ്യോ, ഒരു പരുവമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൻറ്റി എന്നോട് ചോദിച്ചു, മോളെ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? എന്തായാലും ഞാൻ സിംഗപ്പൂരിൽ ലാൻഡ് ചെയ്തു. അവിടെ സിംഗപ്പൂരിൽ ചൈനീസ് വംശജർ ഒരുപാടുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. എനിക്കാണെങ്കിൽ ചൈനീസ് ആഹാരം ഭയങ്കര ഇഷ്ടമാണ്. നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, ഗോബി മഞ്ചൂരിയനൊക്കെ. അങ്ങനെ കിട്ടിയൊരു ദിവസം ഞാൻ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയി. മെനു കാർഡ് അങ്ങോട്ട് നോക്കി, ഗോബി മഞ്ചൂരിയൻ കാണുന്നില്ല. ഞാൻ ആ വെയിറ്റർ ചെക്കനെ മാടി വിളിച്ചു. അവൻ വന്നു. ഞാൻ ചോദിക്കുന്നു, അവൻ മനസ്സിലാവാത്ത പോലെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസ് കണ്ടു. ഞാൻ പറഞ്ഞു ശരി കൊണ്ടുവന്ന് പറഞ്ഞു. കൊണ്ടുവന്നു. നമ്മുടെ നാട്ടിലത്തെ ഫ്രൈഡ് റൈസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ അവനോട് തർക്കിച്ചു. അപ്പോഴാണ് മനസ്സിലാവുന്നേ,
നമ്മൾ ഈ നാട്ടിൽ ചൈനീസ് ആഹാരം എന്ന് പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ ചൈനക്കാർ കണ്ടുകോ കാണേ കേക്കേ അറിയോ ഒന്നും ചെയ്യാത്ത കുറെ സംഭവങ്ങളാണ്. അങ്ങനെ ഇങ്ങനത്തെ കുറേ കണ്ടുപിടുത്തലുകളുമായിട്ട് ഞാൻ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സിംഗപ്പൂരിൽ. നിങ്ങൾ ഓർക്കണം, ഞാൻ 2 മാസത്തെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞിട്ടാണ് അവിടെ വന്നത്. 4-5 മാസമായിട്ട് തിരിച്ച് മോളെത്താത്തപ്പോൾ അവർക്ക് മനസ്സിലായി വീട്ടുകാർക്ക് എന്താ സംഭവം എന്ന്. അപ്പൊ തുടങ്ങി ഫോൺ വിളിച്ച് ചീത്തവിളി, ബഹളം, വഴക്ക് എല്ലാം. ഒരൈഡിയ അപ്പൊ തന്നെ എൻ്റെ ബുദ്ധിയിൽ പൊട്ടിമുളച്ച്. എന്താ അറിയോ കാര്യം? എന്താന്ന് വെച്ചാൽ എൻ്റെ ഓഫീസിൽ എന്നോട് പ്രേമാഭ്യർത്ഥന നടത്തിയ ഒരു പാലക്കാട്ടുകാരൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പുള്ളിക്കാരനോട് സോറി ചേട്ടാ, ഞാൻ വീട്ടുകാർ പറയുന്ന പോലെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയതാ. പക്ഷെ ഇപ്പോൾ ആവശ്യം എൻ്റെതായി പോയല്ലോ. അപ്പം ഞാൻ പുള്ളിക്കാരനെ അവിടെ പിടിച്ചിരുത്തി ഡിസ്കസ് ചെയ്തു. അപ്പം മനസ്സിലായി പുള്ളിക്കാരനെ അടുത്തിടയ്ക്ക് എങ്ങും കല്യാണം കഴിക്കേണ്ടതാണ്. അപ്പം ഞങ്ങളൊരു എഗ്രിമെൻറ്റിലെത്തി. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്നു, പറയുന്നു നിങ്ങൾ പേടിക്കണ്ട, ഞാൻ കല്യാണം കഴിച്ചോളാം. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ ചെക്കനെ കണ്ടുപിടിക്കാൻ വേണ്ട, ഞാൻ ഒരെണ്ണത്തിന് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം സെറ്റായേ. തെറ്റി എനിക്ക്. എൻ്റെ വീട്ടുകാരെ നോക്കുമ്പോൾ അവരുടെ പെങ്കൊച്ച് ഏതോ ഒരു നാട്ടില്, അതും അവക്ക് പ്രേമിക്കുന്ന ആള് അവിടെ തന്നെ ഉണ്ട്. പുതിയ പുകിലൊന്നും ഉണ്ടാക്കണ്ടെന്ന് വെച്ച് അവരെല്ലാത്തിനും സമ്മതിച്ചു. അടുത്ത മുഹൂർത്തത്തിന് കല്യാണവും സെറ്റായി. അപ്പോഴാ ഞാൻ പെട്ടല്ലോ. ഞാൻ പോയി പുള്ളിക്കാരൻ്റെ അടുത്തേക്ക്. പുള്ളിക്കാരാണെങ്കിൽ യാതൊരു കൂസലും ഇല്ല. എന്നോട് പറയുവാ, ഞാൻ ഇങ്ങനെ ഒരു വരം വരച്ചാൽ എൻ്റെ വീട്ടുകാർ, അതായത് പുള്ളിക്കാരൻ്റെ വീട്ടുകാർ അവിടെ നിൽക്കുമെന്ന്. പുള്ളിക്കാരൻ ഫോൺ എടുത്ത് അച്ഛനടുത്ത് സംസാരിക്കാം. അച്ഛാ സോറി, ഞങ്ങൾക്കിപ്പോൾ കല്യാണം കഴിക്കാനൊന്നും സമയമില്ല, ഞങ്ങളുടെ പ്രോജക്റ്റ് ഗോ ലൈവാണ്, അതാണ് ഇതാണ്, ബിസിയാണ്, മറ്റതാണ്, കുടച്ചക്രമാണ്, ആകെ കിട്ടുന്ന ഒരു ഞായറാഴ്ചയാണ്, ഞങ്ങൾക്കിപ്പോൾ വരാൻ പറ്റൂല. അപ്പോൾ മറുവശത്തു നിന്ന് അച്ഛൻ, മോനെ സാരമില്ല, ആ ഒഴിവ് കിട്ടുന്ന ഞായറാഴ്ച നീ ഇങ്ങ് പോര്, കല്യാണം കഴിച്ചിട്ട് അന്ന് തന്നെ തിരിച്ചു പോക്കാൻ പറഞ്ഞു. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 ദശാബ്ദിയിലേറെയായി. ഇപ്പോഴും നാട്ടുകാരുടെയൊക്കെ വിചാരം ഞങ്ങളുടെ പ്രേമവിവാഹമായിരുന്നെന്നാ. പക്ഷെ അതിന് പിന്നിലെ വളരെ പരിതാപകരമായ സത്യം ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഐശ്വര്യ കൺക്ലൂഷനിൽ പറഞ്ഞതുപോലെ ശരിക്കും പ്രേമവിവാഹമായിരുന്നോ? കൺക്ലൂഷനിൽ പറഞ്ഞ പ്രേമവിവാഹം അല്ലായിരുന്നു എന്നാണ്. അല്ലായിരുന്നതാണോ? ഈ ചോദ്യം ചോദിച്ച ഡയാനയ്ക്ക് ഇത് കഴിഞ്ഞൊരു സ്വീകരണം കൊടുക്കുന്നതിന് ഐശ്വര്യയുടെ അഭിപ്രായം എന്താ? ഇതെല്ലാം കഴിഞ്ഞിട്ട് കൺക്ലൂഷനിൽ പറഞ്ഞ പോലെ പ്രേമവിവാഹമായിരുന്നു എന്ന് ചോദിച്ചതിന് അതിനെ കുറിച്ച് ഐശ്വര്യ പറയൂ, 2 വരി പറയൂ. ഇത് തന്നെ നാട്ടുകാരുടെ കുഴപ്പം. ഐശ്വര്യ ഇപ്പൊ ഇതൊന്ന് തെളിയിക്കാൻ വേണ്ടി സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ വേണ്ടി വന്നതല്ല ഇവിടെ. ഐശ്വര്യക്ക് എങ്ങനെയെങ്കിലും നാട്ടുകാരെ ഒന്ന് ബോധിപ്പിക്കണം, ഞങ്ങൾ പ്രേമിച്ചല്ല കിട്ടിയത്, അതിനു വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് കണ്ടിരിക്കുകയാണിത്. എന്നിട്ട് ഇവിടെ ഇരുന്ന ഡയാന വരെ തെറ്റിച്ചു. അല്ല, പക്ഷെ ഡയാന അതല്ലല്ലോ ഉദ്ദേശിച്ചത്. ഇങ്ങനെയൊക്കെയാണോ ചോദിച്ചത്? ശരിക്കും ഉള്ളത് അങ്ങനെയാണോന്ന്? പിന്നല്ലേ, അങ്ങനെയാണ്. എന്താ അദ്ദേഹത്തിന്റെ പേര്? ദിലീപ്. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? ഞാൻ അതും പറഞ്ഞു, 1 ദശാബ്ദിയിലേറെ. സോറി, അതിനെനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന ആൾക്കാർ അവരുടെ സ്റ്റാൻഡപ്പ് കോമഡിയുടെ ഏതെങ്കിലും ഒരു മധ്യഭാഗത്തൊക്കെ വിവാഹം, പ്രണയം, കല്യാണ ആലോചന എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ പിന്നെ ഡയാന ഇവിടുന്ന് ഒരു തുമ്പി പറക്കുന്നുള്ള ഒറ്റ പറക്കലാണ്. പിന്നെ ഇതിന്റെ കൺക്ലൂഷനിൽ തിരിച്ചു വരുള്ളൂ. ഡയാന ആ പ്രദേശത്തൂടെ നിന്ന് വട്ടവിട്ട് പറന്ന് അവിടെ കുറെ സ്വപ്നങ്ങൾ കണ്ട്. സത്യമാണെന്നേ പറയാൻ പറ്റുള്ളൂ. അത് ചില ആൾക്കാർ ചില കേസിലൊക്കെ പെട്ട് കഴിയുമ്പോൾ പറയുന്നത് കണ്ടിട്ടുണ്ടോ? ഏത് അന്വേഷണം വന്നാലും ഞാൻ സഹകരിക്കും, ഏത് അന്വേഷണത്തോടും ഞാൻ സഹകരിക്കാണ്ട് പിന്നെ പോലീസ് എടുത്തോണ്ട് പോകുന്നില്ല സഹകരിച്ചില്ലെങ്കിൽ. അങ്ങനെ അന്വേഷണത്തോട് സഹകരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റുമോ? അതുപോലെയുള്ളൂ ഇപ്പൊ സത്യമാണെന്ന് പറഞ്ഞത്. ഇപ്പൊ കാര്യം ശരിയായി. ഐശ്വര്യ പെർഫോമൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം വന്നൊന്നും ആരും പറയത്തില്ല, അത്രയ്ക്ക് നന്നായിരുന്നു. രമേശ് ഏട്ടാ, ഇത് മ്യൂട്ട് ചെയ്ത് കണ്ടാൽ ഐശ്വര്യ നമുക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുകയായിരുന്നു എന്ന് പോലും നമുക്ക് തോന്നിപ്പോ. മ്യൂട്ട് ചെയ്ത് കണ്ടാൽ തോന്നുന്നു എന്ന് പറഞ്ഞാൽ കൈയൊക്കെ വെച്ച് എന്താ അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കഥ അങ്ങ് പറയണം. അതിനകത്ത് കുറെ നർമ്മങ്ങളുണ്ടായിരുന്നു. ചില സ്ഥലങ്ങൾ ഗംഭീരമായി. ഈ സിംഗപ്പൂര് ഈ ചൈനയുടെ ഫുഡിന്റെ കാര്യം പറഞ്ഞല്ലോ, അതൊക്കെ വളരെ സത്യമാണ്. ഈ ഫ്രഞ്ച് ഫ്രൈസിന് ഫ്രാൻസുമായിട്ടൊരു ബന്ധമില്ലല്ലോ, ഒരു ബന്ധമില്ല ഫ്രഞ്ച് ഫ്രൈസിന്. അതുപോലെ ഈ ചൈനയുടെ ഒറിജിനൽ ഒത്തന്റിക് ചൈനീസ് നമ്മൾ മലയാളികൾക്ക് പലർക്കും തിന്നാൻ പോലും പറ്റൂല. ആ ലെവലിൽ ഒരു ചൊവ്വയും മുഷ്കുമണോ ഒക്കെ പലതിനകത്തും ഉണ്ട്. ചില ഏരിയകളിൽ ചുമ്മാ വെള്ളം കലക്കിയിട്ടിട്ട് ഉള്ള പോലെ തോന്നും, കുടിച്ചു കഴിയുമ്പോൾ ഒരു ചൊവ്വ വരും. അങ്ങനെ കൊണ്ട് കുറെ ഏല, വടി, വേറെ പരിപാടിയാണ് ഒതന്റിക് ചൈനീസ് എന്ന് പറയുന്നത്.
അതൊക്കെ വളരെ രസമായിട്ട് തോന്നി. ആ പറഞ്ഞ ഏരിയകളെല്ലാം നിങ്ങളുടെ അവിടുത്തെ ഈ കണ്ട് ഒന്ന് ആലോചിക്കലും പ്രണയാലോചനകളും കാര്യങ്ങളൊക്കെ ബാംഗ്ലൂരിൽ ഇരുന്ന ബെഞ്ചും സ്ഥലമൊക്കെ ഉള്ളത് തന്നെ. അയ്യോ സത്യം. അതൊക്കെ ഉണ്ട്. അവിടെ വന്നിട്ടായിരുന്നു നിങ്ങളുടെ പെണ്ണ് കാണലുകൾ ഓ നടന്നുകൊണ്ടിരുന്നത്. സത്യം. എത്ര ചെറുക്കന്മാരെ കണ്ടു അവിടെ വെച്ചിട്ട്? കൊറേ കണ്ടു, ഏഹ് കൊറേ കണ്ടു, എണ്ണിയില്ല. തനിക്ക് ഇത് തന്നെ ആയിരുന്ന പണി? ഒരു 4-5 ഇതിലെന്തോ നേരം പോക്ക് കിട്ടുന്നുണ്ടായിരുന്നോ തനിക്ക്? അല്ല, വീട്ടുകാർക്ക് നിർബന്ധമായിരുന്നു വേഗം കല്യാണം കഴിച്ചു വിട്ടാ. എപ്പോഴെങ്കിലും തിരികെ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ അറിയാവില്ല എന്നുള്ളത്? ഓ എനിക്ക് കല്യാണേ കഴിക്കണ്ട, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഒക്കെ ആയാലോ, വേണ്ടാന്ന് വെച്ചു. ഒന്നും വേണ്ട. ആ അതുകൊണ്ട് അവസാനം ഇപ്പം ദിലീപ് എന്ന് പറഞ്ഞ ആള് വിവാഹം കഴിച്ചിരിക്കുകയാണ് അല്ലെ? പുള്ളി വല്ലതൊക്കെ കുക്ക് ചെയ്ത് വരുമോ? ഞങ്ങള് ഒരുമിച്ച്, പുള്ളിക്കാരൻ വെജിറ്റബിൾ കട്ട് ചെയ്യും, ഞാൻ കുക്ക് ചെയ്യും. Very അപ്പൊ good. എനിക്ക് പച്ചക്കറി അരിയണേ ഇഷ്ടമല്ല, പുള്ളിക്കാരൻ കുക്ക് ചെയ്യണേ ഇഷ്ടമല്ല. അപ്പൊ പുള്ളി ഓരോ വെണ്ടയ്ക്ക് എടുത്ത് വെച്ചിട്ട് ഐശ്വര്യ എന്ന് വിചാരിക്കും അടുത്ത പയറെടുക്കും കടകടകട. പുള്ളിക്കാരൻ വെണ്ടയ്ക്ക് എടുത്തിട്ട് അവനാന്ന് വിചാരിക്കും, എണ്ണയിലേക്ക് ഇടും. അങ്ങനെ ഒരു മാനസിക സുഖം ചെറുതായിട്ട് അല്ലേ? ആ അത്രേ ഉള്ളൂ. ഗംഭീരമായി. പിന്നെ ഈ സിംഗപ്പൂർ പോയപ്പോഴേ ഒരു ദിവസം ഞാനൊക്കെ ആദ്യത്തെ തവണ സിംഗപ്പൂർ പോയിരിക്കുമ്പം കുറെ നാളായി ആദ്യത്തെ പോക്ക് കഴിഞ്ഞിരുന്നപ്പോൾ ഒരാൾ എൻ്റെ ഒരു മലയാളി സുഹൃത്ത് വന്നിട്ട് ഇങ്ങനെ നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ ചോദിച്ചു. ഞാൻ എവിടെ? ഇവിടെ തൊട്ടടുത്തിറങ്ങി റൈറ്റിലോട്ട് പോയാൽ അവിടെ ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. എല്ലാ ഇന്ത്യ കിട്ടുന്ന സാധനങ്ങളും കിട്ടും. ഇന്ത്യ പോലെ തന്നെ തോന്നും, നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന്. ഞാനേ ഞെട്ടിപ്പോയി. ഞാൻ ഈ ഇന്ത്യ കിടക്കണം, ഞാൻ സിംഗപ്പൂർ പോയിട്ട് അയാളുടെ കാറും എടുത്തിട്ട് ലിറ്റിൽ ഇന്ത്യ കാണാൻ പോകേണ്ട വല്ല കാര്യമുണ്ടോ എനിക്ക്? സിംഗപ്പൂർ എന്തെല്ലാം ഉണ്ട് വേറെ കാണാൻ. ഇതൊന്നുമല്ല പുള്ളിക്ക്. ലിറ്റിൽ ഇന്ത്യ പോയി നമുക്കൊരു ദോശ കഴിക്കാം. പിന്നെ ദോശ തിന്നാൻ സിംഗപ്പൂർ വരെ പോകേണ്ട കാര്യമുണ്ട്? അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവിടെ. ഈ ലിറ്റിൽ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ റോഡ്, ഇന്ത്യ ബസ് എല്ലാ രാജ്യത്തും ഉണ്ട് ഈ സ്ഥലം. എന്നിട്ട് എവിടെ പോലും നമ്മളെ കൂട്ടിക്കൊണ്ട് ലിറ്റിൽ ഇന്ത്യയിലോട്ട് പോകും. ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. അതിന്റെ ചില രാജ്യങ്ങളിൽ പോയി നമുക്ക് അവിടുത്തെ ഫുഡ് കഴിക്കാൻ പറ്റാത്തപ്പം ഇന്ത്യൻ ഫുഡ് കിട്ടുന്നതല്ല തോന്നിയിട്ടുണ്ട്. കഴിക്കാൻ പറ്റാത്തപ്പോഴല്ലേ, പക്ഷെ കുറച്ച് ശീലിച്ചാൽ അതെല്ലാം നല്ല റെഡി, എന്തോരം വേണേലും തിന്നാം. അത് മാത്രമല്ല, ഇപ്പൊ ഈ വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴേ ചില വീടുകളിൽ ചെല്ലുമ്പോ അവര് നമുക്ക് വേണ്ടിട്ട് ചോറും കറി ഉണ്ടാക്കി വെക്കും. നമ്മള് തിന്നും അടുത്തിട്ടാണ് അങ്ങോട്ട് ചെല്ലണത്. എസ്പെഷ്യലി US ഷോന് പോയി കഴിഞ്ഞാ ചോറ്, ഫ്രിഡ്ജിൽ വെച്ച പുളിശ്ശേരി, ക്യാബേജ് തോരൻ, നാരങ്ങക്കറി, ഒരു ഉണങ്ങിയ പപ്പടം എല്ലാ ദിവസവും. US-ലുള്ള പക്ഷെ ആൾക്കാർ അതൊക്കെ ഒരു മാസമായിട്ട് ഞാൻ എനിക്ക് വീട്ടിൽ നിന്ന് നിന്നത് ഭയങ്കര ഇഷ്ടാട്ടോ. ഞാൻ അവിടെയുള്ള എല്ലാ വീട്ടിലും നടന്നു നിന്നിട്ടുള്ള ആരാ. ഫുഡ് കഴിക്കാൻ അല്ല, നമ്മള് വേറൊരു സ്ഥലത്തല്ലേ പോണത്. അതെ അതെ അപ്പൊ അവരുടെ വിചാരം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടാണ് അവിടെ ചെല്ലുന്നത്. നമ്മൾ ഇത് കഴിച്ചിട്ടല്ലേ പോണത്. അവർക്കതൊരു ആഘോഷമാണ്, രസമാണ്. നമ്മളത് കൂടുതൽ സ്ഥലത്ത് അങ്ങനെ തിന്നിട്ടുണ്ട്, തിന്നാറുണ്ട്. ഏതൊക്കെ വീട്ടിൽ നിന്ന് തിന്നിട്ടുണ്ടെന്നുള്ളതിനൊരു കയ്യും കണക്കും ഇല്ല. പാവണ്ട് ഇങ്ങനെ വീട്ടിൽ പോയി ചോറ് തിന്നവരൊക്കെ ചിലപ്പോൾ തീരെ പ്രതീക്ഷിക്കാതെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്നിട്ട് ഓർമ്മയുണ്ടോ, മനസ്സിലായോ എന്നൊക്കെ ചോദിക്കും. നമുക്ക് സങ്കടം വരും. ചിലപ്പോൾ നമ്മളവർ വീട്ടിൽ പോയി ചോറുണ്ടാവും. അതെ, നമുക്ക് ഓർമ്മ വെച്ചോളണമെന്ന് നിർബന്ധമില്ല. ശരിയാ. അങ്ങനെയുണ്ട്. ഏതായാലും എന്റെ പരിപാടി വളരെ അല്ല, അങ്ങനെ ഗംഭീരം. പറയുമ്പോ ഞാൻ താങ്കളുടെ കൂടെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. സിംഗപ്പൂരിൽ ഞങ്ങൾ രണ്ടുപേര് 2014 ഞാൻ അവിടെ രണ്ട് ദിവസം ആകെ കിട്ടി. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല പനിയായിരുന്നു. രചനയ്ക്ക് എന്റെ ഒക്കെ ഒരു ഷോയും കാണാൻ വന്നിട്ടില്ലേ സിംഗപ്പൂരിൽ? വന്നിട്ടുണ്ട്. ഞങ്ങള് ഡാൻസ് കളിക്കുമ്പോ പേര് മറന്നുപോയി. ബാബു. പിന്നെ രമേഷ് പിഷാരടി എന്നുള്ള പേര് എല്ലാവർക്കും അറിയാമല്ലോ. ഐശ്വര്യ നേപ്പാളിലെ രാജകുമാരിക്ക് മാത്രല്ല നമ്മുടെ സ്വന്തം വിശ്വസുന്ദരിക്കും ആ പേരാണ് അല്ലേ? പക്ഷെ അവർക്ക് കുഴപ്പമൊന്നും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല. അതാണ് നിങ്ങളുടെ അമ്മേനെയും നിങ്ങളെയും ഏറ്റവും അധികം വിഷമിപ്പിച്ചത്. അവർക്ക് വിവാഹ സമയത്ത് ഭയങ്കര അവരുടെ ഒരു ലൈഫിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആണോ? നിങ്ങളാരും അറിയാത്ത പോലെ കാണിക്കുന്നത്? ഞങ്ങൾക്കറിയില്ല. ഐശ്വര്യ റായിനെ ശരിക്ക് അഭിഷേക് ബച്ചനെ കൊണ്ട് നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചതാണ്. ഐശ്വര്യ റായിക്ക് പിഷാരടി ചേട്ടൻ വേണം, പിഷാരടി ചേട്ടൻ വേണമെന്ന് തന്നെ ഉള്ള. അപ്പൊ ദീപികയോ? ദീപു അപ്പൊ കുഞ്ഞാ. അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ആഗ്രഹം ദീപികയ്ക്ക് വന്നത്. പക്ഷെ ആ വിവാഹ സമയത്ത് ഐശ്വര്യ റായി കെട്ടിപ്പിടിച്ച് അച്ഛനോട് പറഞ്ഞ് കേരളത്തിൽ പോയി നിൽക്കണം, ഒരു നൈറ്റി ഇട്ട് രാത്രി ചപ്പാത്തി മാവ് പരത്തി രമേശ് ചേട്ടന് 2 ചപ്പാത്തിയും ഇത്തിരി കിഴങ്ങറിയൊക്കെ വെച്ച് കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ സമ്മതിച്ചില്ല. ഇപ്പോഴും അവളുടെ ഉള്ളിലൊരു വേദനയാവും. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ആണ് പെർഫോം ചെയ്യണ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡപ്പ് കോമഡിന്ന് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്ത്. ബിക്കോസ് യു ഡോണ്ട് ഹാവ് സ്റ്റേജ് ഫിയർ. അതൊരു വളരെയധികം പ്ലസ് പോയിന്റ് ആണ്. പിന്നെ ഈ അർത്ഥ മുറിച്ച പോലെ കാര്യങ്ങൾ വളരെ വ്യക്തമായി സ്പഷ്ടമായി പറഞ്ഞു എന്നുള്ളത് അത് ആക്ച്വലി അത് വളരെ നല്ലതാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ കുറച്ചുകൂടിയും ഒരു കോമഡി എലമെൻറ്റ്സ് ആഡ് ചെയ്തിരുന്നെങ്കിൽ നന്നായി എന്നെനിക്ക് തോന്നി. പക്ഷെ പല സ്ഥലത്തും ബാംഗ്ലൂരിലുള്ള
താമസവും ഒക്കെ എനിക്ക് പേഴ്സണലി അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ ബാംഗ്ലൂരായിരുന്നു കുറച്ചു കാലം. എൻ്റെ മാസ്റ്റർ ഡിഗ്രി ഒക്കെ പഠിച്ചത് അവിടെയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ എണ്ണയൊക്കെ തേച്ച് പോയിരുന്ന ഞാൻ പിന്നെ ആഴ്ചയിൽ 2 ദിവസമായി കുളി. അവിടുത്തെ ക്ലൈമറ്റിന് അത് ചേരില്ല എന്ന് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയെങ്കിലും കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക ഇളകി ചെയ്യാന്ന് പറയില്ലേ, അത് കുറച്ചും കൂടിയും കൊണ്ടുവന്നാൽ വളരെ നന്നായിരിക്കും എന്നുള്ളൊരു സജഷൻ ഉണ്ട്. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. എടാ അപ്പൊ താനിനി സിംഗപ്പൂർക്ക് തിരിച്ചു പോകണ്ടേ? അതിനിടയിൽ വന്ന ലീവിൽ കിട്ടിയ സമയത്ത് ഒരു വൺസ് അപ്പോൺ എ ടൈം അടിച്ചിട്ട് പോവാണല്ലേ? അപ്പം എല്ലാ സിംഗപ്പൂർ മലയാളികൾക്കും, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ അവിടെ ഇഷ്ടം പോലെ തവണ പരിപാടികൾക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ പരിപാടികൾക്കൊക്കെ നിങ്ങൾ വരുന്നതാണ്. ഇതാ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു കുട്ടി ഉള്ള ലീവിന് ഇവിടെ വന്ന് ഒരു ഉള്ള സമയം കൊണ്ടൊരു സ്റ്റാൻഡപ്പിൽ പങ്കെടുത്തിട്ട് പോവുകയാണ്. താങ്ക് യു ഐശ്വര്യ, താങ്ക് യു അവിടെയുള്ള മലയാളികൾക്ക്. ജാക്കി ചാൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടാ? ഹോങ്കോങ് അല്ലേ പുള്ളി? ആ അല്ല, അഭിനയിച്ചിട്ടുണ്ടാ സിനിമയില്? സിംഗപ്പൂരൊക്കെ ഷൂട്ട് നടക്കൂലോ? ഇല്ല. ഏതോ പടത്തിലൊക്കെ കണ്ട മാതിരി തോക്കൊക്കെ ആയിട്ട് കൊള്ളക്കാരിയായിട്ട് വന്നതായി തോന്നുന്നുണ്ട്. ഇല്ലല്ല. തിയേറ്റർ ആർട്ടിസ്റ്റ് ആണോ ഐശ്വര്യ? എല്ലാം എല്ലാം on ചെയ്യാം. camera.